Hello friends, അപ്പോൾ നിങ്ങൾ പറഞ്ഞതുപോലെ ഗ്രാമർ ഇല്ലാതെ ഫ്ലുവന്റ് ആവാൻ പറ്റാവുന്ന കുറച്ച് യൂസേജുകളാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. ഈ യൂസേജുകൾ വ്യക്തമായിട്ട് പഠിക്കുകയും വ്യക്തമായിട്ട് പ്രാക്ടീസ് ചെയ്യും. പഠിക്കാൻ നമുക്ക് ഒരു 5 മിനിറ്റ് ഒക്കെ മതി. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് സ്വായത്തമാക്കാനാണ് ഏറ്റവും കൂടുതൽ ടൈം വേണ്ടത്. വെസ്റ്റേൺ സ്പീക്കർ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പറയുന്ന പോലെ പ്രാക്ടീസ് ചെയ്തിട്ട് ഫ്ലുവന്റ് ആയില്ലെങ്കിൽ കംപ്ലീറ്റ് ഫീയും റീഫണ്ട് ചെയ്ത് തരാമെന്ന് പറയുന്നത് കാരണം അതിൽ അത്ഭുതമൊന്നും ഉണ്ടായിട്ടല്ല. ഞങ്ങൾ ഈ പഠിപ്പിക്കുന്ന യൂസേജുകൾ മലയാളം സംസാരിക്കുന്നത് പോലെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാപ്തമാക്കുന്ന യൂസേജുകളാണ്. അതുകൊണ്ടാണ് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഈ യൂസേജുകൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റും. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ പ്രോമിസ് യു. അപ്പം നമുക്ക് യൂസേജിലേക്ക് പോകാം. ഇതിൽ വരുന്നത് നിങ്ങൾക്ക് ചിലവർ കേട്ടതായിരിക്കാം. ഫോർ എക്സാമ്പിൾ, ഹാസ് ടു, ഇതൊരു ഫ്രേസ് ആണ് അല്ലേ? ഹാസ് ടു. ദെൻ നെക്സ്റ്റ് വൺ, ഹാവ് ടു. ഇത് രണ്ടും ഒരേ അർത്ഥമാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട് എന്നാണ്. ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ട്, അങ്ങനെ ചെയ്യേണ്ടതുണ്ട്, അല്ലെങ്കിൽ പോകേണ്ടതുണ്ട്. അപ്പോൾ അത് റെസ്പോൺസിബിൾ ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ടൂറ് പോകാൻ വേണ്ടി നമ്മൾ കുറേ മാസത്തെ പ്ലാൻ എല്ലാം ചെയ്ത് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ വണ്ടിയിൽ കയറിയിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോഴാണ് നമ്മുടെ ഫാദറിനോ മദറിനോ സുഖമില്ലാതെ അവർ ഹോസ്പിറ്റലാണെന്ന് നമുക്ക് ഫോൺ ചെയ്ത് പറയുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മുടെ സാഹചര്യം കമ്പൽ ചെയ്യാൻ നമ്മൾ ടൂറ് പോവോ? ഇല്ല. നമ്മൾ എവിടേക്ക് പോവുക? നമ്മൾ നേരെ ഹോസ്പിറ്റലിലേക്ക്. അതാണ് ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മറ്റൊരു കാര്യത്തിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ നമ്മൾ കമ്പൽഷൻ ഓഫ് സർക്കംസ്റ്റാൻസസ് എന്ന് പറയാ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്യുക? അത് മാത്രമല്ല, ഇനിയിപ്പോൾ നിങ്ങൾ പരീക്ഷാ ഫീസ് അടയ്ക്കണം, 9-ാം തീയതി പരീക്ഷാ ഫീസ് അടയ്ക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? ഐ ഹാവ് ടു പേ ദ എക്സാം ഫീ. ഐ ഹാവ് ടു പേ ദ എക്സാം ഫീ. എനിക്ക് എക്സാം ഫീ അടയ്ക്കേണ്ടതുണ്ട് ഓൺ 9th. 9-ാം തീയതി എനിക്ക് പരീക്ഷ. അപ്പം നമ്മൾ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എന്ത് നമ്മൾ ഉപയോഗിക്കും? ഒന്നുകിൽ ഹാസ് ടു ഉപയോഗിക്കും, അല്ലെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കും. ഹാസ് ടു നമ്മൾ എവിടെ ഉപയോഗിക്കണേ? ഫോർ എക്സാമ്പിൾ, ഹാസ് ടു വരുമ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് വീഡിയോ കണ്ടേക്കുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹാസ് എപ്പോഴും സിംഗുലർ സബ്ജക്റ്റ് ആയിട്ടുള്ള ഹി, ഷീ, ഇറ്റ് ആൻഡ് എവറിബഡി അല്ലേ? ഹി, ഷീ, എവറിബഡിയുടെ കൂടെയാണ് ഹാസ് ടു ഉപയോഗിക്കുന്നത്. ഓക്കെ, he has to, she has to, it has to, everybody has to. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മൾ ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട്, എനിക്ക് 9 മണിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഗോ ടു ഓഫീസ് ഷാർപ്പ് 9 o'clock. 9 o'clock എനിക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ എനിക്ക് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. ഐ ഹാവ് ടു പർച്ചേസ് സംതിങ് ഫ്രം ലുലു മാൾ. എനിക്ക് ലുലു മാളിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ എനിക്ക് എൻ്റെ അനിയന് കുറച്ച് പൈസ കൊടുക്കേണ്ടത്. ഐ ഹാവ് ടു ഗിവ് സം മണി ടു മൈ ബ്രദർ. എനിക്ക് എൻ്റെ ബ്രദറിന് കുറച്ച് പൈസ കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാര്യം ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഹാസ് ടു ഉപയോഗിക്കാം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഹാവ് ടു ഉപയോഗിക്കാം. അപ്പൊ ഹാവ് ടുവിന്റെ കൂടെ എന്താ പറയണേ? ഐ യു ദേവി അല്ലേ? ഐ യു ദേ വി. ഇത് വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാലേ. നമ്മൾ സ്വാഭാവികമായിട്ട് ഇത് പതുക്കെ പഠിച്ചു വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് എക്സ്പേർട്ട് ആവാം. ഒരു കൺഫ്യൂഷനില്ല. ഇംഗ്ലീഷ് ഭയങ്കര ബാലികമലയൊന്നുമല്ല, നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ സിസ്റ്റമാറ്റിക്കലി പഠിക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ വേണ്ടത് അഗെയിൻ ഞാൻ പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ പഠിച്ചത് ഹാസ് ടു, ഹാവ് ടു. എന്താണ് അർത്ഥം? ചെയ്യേണ്ടതുണ്ട്. ഇനി ഹാസ് ടു ഏതിൻ്റെയൊക്കെ കൂടെ ഉപയോഗിക്കുക? ഹി ഹാസ് ടു, ഷീ ഹാസ് ടു, ഇറ്റ് ഹാസ് ടു, എവറിബഡി ഹാസ് ടു. ഇവിടെ വരുമ്പോൾ എന്താ? ഐ ഹാവ് ടു, യു ഹാവ് ടു, ദേ ഹാവ് ടു, വി ഹാവ് ടു. അർത്ഥം എന്താ? ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ സിംഗുലർ പ്ലൂറലെല്ലാം നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും എളുപ്പത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് 1.5 മണിക്കൂറെങ്കിലും റെഗുലർ പ്രാക്ടീസ് ചെയ്യണം. ആ റെഗുലർ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ ബോധ്യപ്പെടുക. അപ്പോൾ മൈ ഡിയർ ഫ്രണ്ട്സ്, ഹാസ് ടു ആൻഡ് ഹാവ് ടു അല്ലേ? ചെയ്യേണ്ടതുണ്ട്. ഞാൻ വീണ്ടും പറയണത് എന്താണെന്നറിയോ? നിങ്ങളുടെ ബ്രെയിനിൽ ഇത് കയറാൻ വേണ്ടിയാണ്. നിങ്ങളുടെ ബ്രെയിനിൽ ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ പോകത്തില്ല. ഏറ്റവും നന്നായിട്ട് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആവാനും കൃത്യമായിട്ട് ഗ്രാമർ ഉപയോഗിച്ച് പറയാനും നിങ്ങൾക്ക് കഴിയും. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇതിൻ്റെ ബേസിക് ഫോം എന്താ? ബേസിക് ഫോം എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് വരുന്നു അല്ലേ? സബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹി, ഷീ, ഇറ്റ്, എവരിബഡി അല്ലേ? സബ്ജക്റ്റ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഏതൊക്കെയാ? ഹി, ഷീ, ഇറ്റ്, എവറിബഡി. സെന്റൻസ് മേക്ക് ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ഇത് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഹി, ഷിറ്റ്, എവരിബഡി ഇവിടെ വരും അല്ലേ? അത് കഴിഞ്ഞ് പ്ലൂറൽ ഐ, യു, ദേ, വി. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം വരണേ. ഇതിൽ ഈ സിംഗുലർ ആണെങ്കിൽ എന്ത് വരും? ഹാസ് ടു വരും അല്ലേ? ഹാസ് ടു. പ്ലൂറൽ ആണെങ്കിൽ എന്ത് വരും? ഹാവ് ടു വരും. പിന്നെ എന്താണ്? നമ്മൾ വെർബ്, അതായത് പ്രവൃത്തി.
വെർബ് ഫസ്റ്റ് ഫോം അവിടെ ഉപയോഗിക്കുക. ഈ ടു വരുമ്പോൾ വെർബിന്റെ ഫസ്റ്റ് ഫോം. വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസന്റ് ഫോം. പ്രസന്റ് ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V1. കുറെ ആളുകൾ അങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്, V1, V2, V3 എന്നൊക്കെ. അപ്പോൾ V1 ആണ് കമ്പൽസറി ഉപയോഗിക്കുക. നമ്മൾ ഗ്രാമർ പഠിച്ചു പറഞ്ഞിട്ടുണ്ട്, ഹാസ്, ഹാവ്, ഹാഡ് വരുമ്പോൾ വെർബിന്റെ തേർഡ് ഫോം ആണ് 95% എന്ന്. ബാക്കി വരുന്ന 5% വരുന്നതാണ് ഹാസ് ടു. ഈ ടു വരുമ്പോൾ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാസ് ടുവിന്റെ ഇടയിലും ഹാവ് ടുവിന്റെ ഇടയിലും വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഉപയോഗിക്കുക. വെർബിന്റെ ഫസ്റ്റ് ഫോം, അതായത് പ്രസന്റ് ഫോം. പ്രസന്റ് ഫോം ആണ് ഉപയോഗിക്കുക. അപ്പൊ ഇവിടെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പൊ വാഷ് ആണെന്ന് വിചാരിക്കുക. വാഷ് ആണെന്ന് വിചാരിക്കുക. 8 എക്സാമ്പിൾ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം അല്ലെ? വാഷ് വെച്ച് ഹി ഹാസ് ടു വാഷ് ഹിസ് ഡ്രസ്, ഷീ ഹാസ് ടു വാഷ്, it has to wash, everybody has to wash, I have to wash, you have to wash, they have to wash, we have to wash. വെരി സിമ്പിൾ ആണ്. ഒരു 100 എക്സാമ്പിൾ, ഒരു 100 വെർബ് നിങ്ങൾ ഇതേപോലത്തെ വാഷ് പോലെയുള്ള വെർബ് നിങ്ങൾ എഴുതി വെച്ച് നോക്കി, നിങ്ങൾ പക്കയാവുന്നേ. വളരെ എളുപ്പമാണിത്. അപ്പൊ 100 എക്സാമ്പിൾ ഉണ്ടാക്കാനുള്ള ക്ഷമയുണ്ടാവണം. ഓക്കെ, അപ്പൊ 100 എക്സാമ്പിൾ സെർച്ച് ചെയ്യുക, 100 എക്സാമ്പിൾ എഴുതിയെടുക്കുക പേപ്പറിൽ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു വാക്ക്, ഗോ ആൻഡ് വാക്ക് ആൻഡ് സ്ലീപ്, റീഡ്. ഓക്കെ, ഹി ഹാസ് ടു ഗോ, ഹി ഹാസ് ടു വാക്ക്, ഹി ഹാസ് ടു സ്ലീപ്, ഹി ഹാസ് ടു റീഡ്. പിന്നെ എന്താ? ഷീ ഹാസ് ടു വാഷ്, ഷീ ഹാസ് ടു ഗോ, ഷീ ഹാസ് ടു വാക്ക്, ഷീ ഹാസ് ടു സ്ലീപ്, ഷീ ഹാസ് ടു റീഡ്. The next എന്താ? It has to wash, it has to go, it has to walk, it has to sleep, it has to read. Then പിന്നെ എന്താ? Everybody has to wash, everybody has to go, everybody has to walk, everybody has to sleep, everybody has to read. പിന്നെ എന്താ വരിക? I have to വരും. ഈ പ്ലൂറൽ സബ്ജക്റ്റ് have to വരും അല്ലേ? I have to wash, I have to go, I have to walk, I have to sleep, I have to read. അപ്പൊ ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാം അല്ലേ? ഇനി ഇതിന്റെ നെഗറ്റീവ് ഫോംസ് ഉണ്ട്. നെഗറ്റീവ് ഫോംസ് വരുമ്പോഴാണ് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ ഇത് നിങ്ങൾ പഠിച്ചെന്ന് വിചാരിക്കുന്നു, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 1-2 പ്രാവശ്യം കൂടി കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒന്നുകൂടി നമുക്ക് തുടക്കം മുതൽ പോവാം. ഹാസ് ടു എന്ന് പറഞ്ഞാൽ ചെയ്യേണ്ടതുണ്ട്, ഹാവ് ടു എന്ന് പറഞ്ഞാലും ചെയ്യേണ്ടതുണ്ട്. ഹാസ് ടു സിംഗുലർ സബ്ജക്റ്റിന് കൂടെയും ഹാവ് ടു പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഗ്രാമർ ഇല്ലാതെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന യൂസേജ് ആണ്. അപ്പോൾ ഹാസ് ടു ആരുടെ കൂടെ ഉപയോഗിക്കുക? ഹി, ഷീറ്റ്, എവരിബഡിയുടെ കൂടെ ഉപയോഗിക്കുക. ഹാവ് ടു ആരുടെ കൂടെ ഉപയോഗിക്കുക? ഐ, യു, ദേ, വി, ഇതിന്റെ കൂടെ ഉപയോഗിക്കുക. പിന്നെന്താണ്? ഈ ഹാസ് ടുവിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് ആയിരക്കണക്കിന്, നിങ്ങൾ ഈ വൊക്കാബുലറി മേക്ക് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആയിരക്കണക്കിന് എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ 1000 വൊക്കാബുലറി, 1000 വെർബ് ഫോംസ് ആണ്, വൊക്കാബുലറി അല്ല വെർബ് ഫോംസ് ആണ് നിങ്ങൾ എഴുതിയെടുക്കുന്നതെങ്കിൽ ആ 1000 വെച്ച് നിങ്ങൾക്ക് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ തന്നെ നമുക്ക് 4 തരത്തിലുള്ള സെന്റൻസ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എടുക്കാറുള്ളതല്ലേ 4 തരത്തിലുള്ള സെന്റൻസ്. എന്താണ് അടുത്ത് വരുന്നത്? എന്താ? ഇനി പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരും. നമ്മളിപ്പോൾ പറഞ്ഞത് പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഹി ഹാസ് ടു ഗോ, പോകേണ്ടതുണ്ട്. ഷീ ഹാസ് ടു ഗോ, പോകേണ്ടതുണ്ട്. ഇറ്റ് ഹാസ് ടു ഗോ, പോകേണ്ടതുണ്ട്. എവറിബഡി ഹാസ് ടു ഗോ, പോകേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പഠിച്ചേക്കണം അല്ലേ? അപ്പൊ ഇനി ഇതിന് 4 തരത്തിലുള്ള എക്സാമ്പിൾ ഉണ്ട്. പോകേണ്ടതുണ്ട് എന്ന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, പോകേണ്ടതില്ല എന്നും പറയണ്ടേ? അപ്പൊ അവിടെയാണ് നമ്മൾ കുറച്ചും കൂടി കോൺഷ്യസ് ആവാൻ. നോക്കി, പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്, പോസിറ്റീവ് ക്വസ്റ്റ്യൻ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ മലയാളം എന്താണ്? ചെയ്യേണ്ടതുണ്ട് അല്ലേ? അപ്പൊ ഞാനിവിടെ നോക്കാം. ചെയ്യേണ്ടതുണ്ട്, മലയാളത്തിൽ എന്താ പറയാ? ചെയ്യേണ്ടതുണ്ട്. ഇനി ഇവിടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ചെയ്യേണ്ടതില്ല, അവൾ പോകേണ്ടതില്ല, അവൾ അവിടേക്ക് പോകേണ്ടതില്ല, അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ല, അവൾ അത് ചെയ്യേണ്ടതില്ല എന്നൊക്കെ പറയാം നമുക്ക് അല്ലേ? ഇനി എന്താ? ഇനി പോസിറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ചെയ്യേണ്ടതുണ്ടോ, അതായത് മീൻസ് അവൾ ചെയ്യാൻ ബാധ്യസ്ഥയാണോ എന്നൊക്കെ ചോദിക്കാൻ, ബാധ്യസ്ഥമാണോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടത് അവളുടെ ഡ്യൂട്ടി ആണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടോ. നെക്സ്റ്റ് വരുന്നത് എന്താ? ചെയ്യേണ്ടതില്ലേ, ചെയ്യേണ്ടത് ഇല്ലേ, അവൾ അവിടെ പോകേണ്ടതില്ലേ, അവൾ 5-ാം തീയതിക്ക് മുമ്പ് ആ പൈസ അടയ്ക്കേണ്ടതില്ലേ, അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ലേ, അല്ലെങ്കിൽ ആ പ്രോഗ്രാം അവൾ അറ്റൻഡ് ചെയ്യേണ്ടതില്ലേ എന്നൊക്കെ ചോദിക്കാം.
ഇന്റർവ്യൂവിന് പങ്കെടുക്കേണ്ടതില്ലേ? അപ്പോൾ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടതുണ്ട്, നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ചെയ്യേണ്ടതില്ല, പോസിറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതുണ്ടോ, നെഗറ്റീവ് ക്വസ്റ്റ്യൻ ചെയ്യേണ്ടതില്ലേ എന്നാണ്. അപ്പൊ ഈ അർത്ഥം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്നതാണ്. ആ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളെല്ലാം തന്നെ നമ്മൾ ഫെമിലിയർ ആവാന്നുള്ളതാണ്. ഇംഗ്ലീഷിലെ മലയാളത്തിൽ നമ്മുടെ മീനിങ് തന്നെയാണ് ഇതിൽ ഇംഗ്ലീഷിൽ വരുന്നത് അല്ലേ? അപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുകയാണെങ്കിലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ നെഗറ്റീവിലേക്ക് പോകുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമുക്ക് ഈ ഹാവ് ടു എന്നുള്ളത് നോക്കി, ഹാവ് ടു എന്നുള്ളത് നമുക്കൊരിക്കലും നെഗറ്റീവ് ആക്കാൻ കഴിയില്ല. ഹാസിന്റെ ടു ആക്കാൻ പറ്റില്ല. അപ്പൊ ഹാസ് മാത്രമാണ് വരുന്നതെങ്കിൽ നമുക്ക് എന്താക്കാം? അത് ഹാസൻഡ് ആക്കാം, ഹാസൻഡ് ആക്കാം. പക്ഷേ ഈ ഹാസ് ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അതിനെ നെഗറ്റീവ് ആക്കാൻ കഴിയൂല. അപ്പൊ അവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. സപ്പോർട്ടായിട്ട് നമ്മൾ ഡസ് എന്ന് പറയുന്ന ഓക്സിലറി എടുക്കും. ഓക്കെ, സിംഗുലർ ആണല്ലോ. അപ്പൊ ഹാവ് ആണ് ഇവിടെ, ഹാവ് വരാണെങ്കിലോ നമുക്കിവിടെ ഹാവൻഡ് ആക്കാം. നോക്കേ, ഹാവൻഡ് ആക്കി എടുക്കാം. പക്ഷേ ഈ ഹാസ് ടു ഹാവ് ടു ഒരിക്കലും നമുക്ക് നെഗറ്റീവ് ആക്കാൻ കഴിയൂല. അപ്പൊ അവിടെ നമ്മൾ ഒരു സിംഗുലർ ഓക്സിലറിയെ നമ്മൾ അഡോപ്റ്റ് ചെയ്യും. അത് ഏതായിരിക്കും? ഡസ് ആയിരിക്കും. സിംഗുലർ എന്ന് പറയുമ്പോൾ ഡസ് ആയിരിക്കും. പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ഡൂവിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇവിടെ ഈ സെന്റൻസ് മേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ ഐഡിയ ഉണ്ടാക്കണം. ഇവിടെ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ വരുന്നത് ഇതാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ വരാം, പക്ഷെ കൺഫ്യൂഷൻ ഒന്നുമില്ല. ഈ സെന്റൻസ് മേക്ക് ചെയ്ത് അങ്ങ് പറഞ്ഞാൽ മതി ആ സാഹചര്യത്തിന്. നമുക്ക് ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഹി ഹാസ് ടു ഗോ. എന്താണ് അർത്ഥം? അവൻ പോകേണ്ടതുണ്ട് എന്നാണ് അർത്ഥം അല്ലേ? ഹി ഹാസ് ടു ഗോ, അവൻ പോകേണ്ടതുണ്ട്. ഇനി അവൻ പോകേണ്ടതില്ല എന്നാണെങ്കിലോ അവിടെയാണ് നമുക്ക് ഈ സെന്റൻസിൽ മാറ്റം വരുന്നത്. സാധാരണ ആളുകൾ ഇത് നെഗറ്റീവ് ആക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കും. അവിടെ അത് നെഗറ്റീവ് ആക്കാൻ കഴിയൂല. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഹി ഡസൻറ്റ് ഹാവ് ടു. കണ്ട, ഇവിടെയാണ് വ്യത്യാസം. ഈ വ്യത്യാസമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞിരുന്നു, ഹി ഷീറ്റ് എവരിബഡി വന്നാൽ ഹാസ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. അയ്യോ ദേവി വന്നാൽ ഹാവ് ടു ആണ് ഉപയോഗിക്കേണ്ടത്. പക്ഷേ ഇവിടെ നോക്കിയേ, ഹാവ് ടു വന്നിരിക്കുക. ഇത് കുറേ പേർക്കൊക്കെ അറിയാട്ടോ, അറിയാവുന്നവർ ക്ഷമിക്കുക. ഓക്കെ, അറിയാൻ പാടില്ലാത്ത ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ ഇത് അറിയാൻ പാടില്ലാത്ത ആളുകളാണ്. അപ്പോൾ ഈ ഡസൻ ഹാവ് ടു, അപ്പോൾ ഡസ് ഓൾറെഡി ഇവിടെ സിംഗുലർ ആയിട്ട് വരുമ്പോൾ പിന്നെ സിംഗുലർ ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഡസ് സിംഗുലർ ആയിട്ട് വരുമ്പോൾ വീണ്ടും എന്ത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല? ഹാസ് ടു ബി. ഇപ്പൊ ഡസൻറ്റ് ഹാസ് ടു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്താണ്? ഡസൻറ്റ് കഴിഞ്ഞ്, കാരണം സിംഗുലർ ആയതുകൊണ്ടാണല്ലോ ഡസൻറ്റ് നമ്മൾ ഉപയോഗിക്കണേ. അവിടെ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഹാവ് ടു ഉപയോഗിച്ചാൽ മതി. അപ്പം ഡസൻ ഹാവ് ടു, ഹി ഡസൻ ഹാവ് ടു ഗോ. നമ്മൾ നേരത്തെ എഴുതിയ വെർബുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം അല്ലേ? ഹി ഡസൻ ഹാവ് ടു വാഷ്, ഹി ഡസൻ ഹാവ് ടു സ്ലീപ്, he doesn't have to read, he doesn't have to think, he doesn't have to come, he doesn't have to make, he doesn't have to change, he doesn't have to practice, he doesn't have to absorb, he doesn't have to accept, he doesn't have to accuse. ഇങ്ങനെ നമുക്ക് എത്ര എക്സാമ്പിളും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ he has toന്റെ നെഗറ്റീവ് he has to ചെയ്യേണ്ടതുണ്ട് എന്നാണെങ്കിൽ he doesn't have to അങ്ങനെ ചെയ്യേണ്ടതില്ല എന്ന അർത്ഥം വരണേ. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ എല്ലാ വെർബുകളും അതിലേക്ക് നമുക്ക് യൂസ് ചെയ്യാം. ഇനി എന്താണ് നമുക്ക് ഹാവ് ടു അത് തന്നെയാണ്. കാരണം ഹാവ് ടു ആണ് ഒറിജിനൽ വെർബ് ഫോം, ഹാവ് ടു ആണ് ഒറിജിനൽ ഫ്രേസ്. അതിൻ്റെ സിംഗുലർ ഫോമാണ് ഹാസ് ടു, അതിൻ്റെ പാസ്റ്റ് ഫോമാണ് ഹാഡ് ടു. ഓക്കെ, നോക്കാം. ഇനി ദേ ഡോണ്ട് ആണ് വരിക. എന്താണ്? പ്ലൂറൽ സബ്ജക്റ്റ് ആവുമ്പോൾ ഡു അല്ല വരിക. അപ്പൊ ഡോണ്ട് വരും. ഇവിടെ സിംഗുലർ ആയതുകൊണ്ടാണ് ഡസന്റ് വന്നിരിക്കുന്നത്. ദേ വരുമ്പോൾ പ്ലൂറൽ ആവുമ്പോൾ ദേ ഡോണ്ട് ഹാവ് ടു ഗോ. ദേ ഡോണ്ട് ഹാവ് ടു ഗോ. ദേ ഡോണ്ട് ഹാവ് ടു എന്തിൻ്റെയാണ്? ദേ ഹാവ് ടു ഗോ എന്ന് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്. ദേ ഹാവ് ടു ഗോ എന്ന് പറയുന്ന പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിന്റെ നെഗറ്റീവാണ് ദേ ഡോണ്ട് ഹാവ് ടു ഗോ. അവർ പോകേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കൃത്യമായിട്ട് പഠിക്കും. ഇവിടെ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ഹി ഹാസ് ടു ഗോ, അവൻ പോകേണ്ടതുണ്ട്. ഇനി എന്താണ്? ഹി ഡസൻ ഹാവ് ടു ഗോ, പോകേണ്ടതില്ല.
പിന്നെന്താണ് ദേ ഡോണ്ട് ഹാവ് ടു ഗോ. അതിന്റെ ദേ ഹാവ് ടു ഗോ, അവർ പോകേണ്ടതുണ്ട് എന്നതിന്റെ നെഗറ്റീവാണ് ദേ ഡോണ്ട് ഹാവ് ടു ഗോ. അപ്പൊ ഇങ്ങനെ 100 കണക്കിന് എക്സാമ്പിൾ ക്രിയേറ്റ് ചെയ്താലോ വളരെ എളുപ്പത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ദേ ഡോണ്ട് ഹാവ് ടു വാഷ്, ദേ ഡോണ്ട് ഹാവ് ടു ഗോ, ദേ ഡോണ്ട് ഹാവ് ടു വാക്ക്, ദേ ഡോണ്ട് ഹാവ് ടു റീഡ്, ദേ ഡോണ്ട് ഹാവ് ടു സ്ലീപ്പ്. ഇറ്റ്സ് വെരി ഈസി ടു മേക്ക് എക്സാമ്പിൾസ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് സെന്റൻസസ് മേക്ക് ചെയ്യുന്ന ഐഡിയ ആണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള എബിലിറ്റി ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നമുക്ക് അടുത്ത് നോക്കണം എന്താ, നമുക്കിനി ഇതിന്റെ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് പോസിറ്റീവ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴേ പോസിറ്റീവ് ക്വസ്റ്റ്യൻ വളരെ എല്ലാ ക്വസ്റ്റ്യനും, അതായത് ഇങ്ങനെയുള്ള യൂസേജുകളൊക്കെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഓക്സിലറീസ് എപ്പോഴും മുൻപിലായിരിക്കും അല്ലേ. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ എക്സാമ്പിളിലേക്ക് തന്നെ പോവാം. ഹി ഹാസ് ടു ഗോ, ഹി ഹാസ് ടു ഗോ. അതിന്റെ നെഗറ്റീവ് നമ്മൾ പഠിച്ചു, ചെയ്യേണ്ടതില്ല എന്നുള്ളതിന്റെ നമ്മൾ എന്താ പഠിച്ചേ, ഹി ഡസൻ അല്ലേ, ഹി ഡസൻ ഹാവ് ടു ഗോ, ഹി ഡസൻ ഹാവ് ടു ഗോ. ഇനി നമ്മൾ എന്താ പഠിക്കണേ, പോകേണ്ടതുണ്ടോ അല്ലേ, പോകേണ്ടതുണ്ടോ എന്നതിന്റെ ഇതാണ്. ഇവിടെ ഡസ് ഇവിടെ വരും, ഡസ് ഇവിടെ വരും. കാരണം മുൻപിൽ സബ്ജക്റ്റിന്റെ മുൻപിലാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുമ്പോൾ ഓക്സിലറീസ് വരേണ്ടത്. ഇത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം കേട്ടോ. ഹി ആണ് നമ്മൾ വരുന്നത് അല്ലേ, ഹി വരുമ്പോൾ ഡസ് ഹി ഹാവ് ടു തന്നെയാണ് വരിക. കാരണം ആ പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റിൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഹാസ് ടു ഉപയോഗിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ഹാവ് ടു ആണ് വരുന്നത്. പക്ഷെ സപ്പോർട്ടീവായിട്ട് ഡസ് ഉണ്ടാവും. ഡസ് ഹി ഹാവ് ടു ഗോ, അവൻ പോകേണ്ടതുണ്ടോ, അവൻ അങ്ങനെ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള അർത്ഥമാണ് വരിക അല്ലേ. നെക്സ്റ്റ് എന്താണ്, ഡസൻറ്റ് ഹി ഹാവ് ടു ഗോ, ഡസൻറ്റ് ഹി ഹാവ് ടു ഗോ. അവൻ പോകേണ്ടതില്ലേ, അവൻ 5 മണിക്ക് പോകേണ്ടതില്ലേ, അവൾ ഇങ്ങോട്ട് വരേണ്ടതില്ലേ, അവൻ അത് ചെയ്യേണ്ടതില്ലേ എന്നുള്ള എക്സാമ്പിളൊക്കെ ചോദിക്കില്ലേ. അവിടെയാണ് നമ്മൾ എന്ത് ചോദിക്കുക, ഡസൻറ്റ് ഹി ഹാവ് ടു ഗോ എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം നമുക്ക്, ഡസ് ഹി ഹാവ് ടു ഗോ, പോകേണ്ടതുണ്ടോ, ഡസൻറ്റ് ഹി ഹാവ് ടു ഗോ, പോകേണ്ടതില്ല. അപ്പൊ നേരത്തെ വൊക്കാബുലറി വെച്ച് വീണ്ടും പ്രാക്ടീസ് ചെയ്യല്ലേ. ഡസ് ഹി ഹാവ് ടു വാഷ്, does he have to wash, doesn't he have to wash, doesn't he have to wash. Does he have to read, doesn't he have to read, does he have to read, അവൻ വായിക്കേണ്ടതുണ്ടോ, doesn't he have to read, വായിക്കേണ്ടതില്ലേ. ഇനി എന്താ വരിക അടുത്തെന്ന് പറയുന്നത്, സ്ലീപ്പ്, does he have to sleep, അവൻ ഉറങ്ങേണ്ടതുണ്ടോ, അവൻ 5 മണിക്ക് തന്നെ ഉറങ്ങേണ്ടതുണ്ടോ, doesn't he have to sleep, അവൻ ഉറങ്ങേണ്ടതില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സാമ്പിൾസ് ആണ് നമുക്ക് മേക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ആ യൂസേജുകളാണ് ഹാസ് ടു ആൻഡ് ഹാവ് ടു. ഇത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഇനിയിപ്പോൾ നമുക്ക് ഹാവ് ടുവിൻ്റെ വേണ്ടി നോക്കാം അല്ലേ. ഹാവ് ടു വരുമ്പോൾ നോക്കി, ഹാവ് ടു വരുമ്പോൾ ദേ ഹാവ് ടു അല്ലേ, ദേ ഹാവ് ടു ഗോ, അവർ പോകേണ്ടതുണ്ട് അല്ലേ. അതിൻ്റെ നെഗറ്റീവാണ് നമ്മൾ പഠിച്ചത്, ദേ ഡോണ്ട് ഹാവ് ടു, they don't have to go, അവർ പോകേണ്ടതില്ല. റൈറ്റ്. ഇനി അടുത്ത് എന്താ പറയുക, ചെയ്യേണ്ടതില്ല എന്നാണ്. അപ്പൊ എന്ത് പറയും, they don't have to go. പിന്നെ അടുത്ത് എന്താ പറയുക, ചെയ്യേണ്ടതുണ്ടോ എന്നാ ചോദിക്കുക. ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഈ ഓക്സിലറി ഇവിടെ വരും അല്ലെ. ഡു ദേ ഹാവ് ടു ഗോ, ഡു ദേ ഹാവ് ടു ഗോ, അവരവിടേക്ക് പോകേണ്ടതുണ്ടോ. ദ നെക്സ്റ്റ്, ഡോണ്ട് ദേ ഹാവ് ടു go, don't they have to go, ഇതാണ് വരുന്നത്. ഇങ്ങനെ don't they have to go, don't they have to wash, don't they have to change, don't they have to transform, don't they have to practice, don't they have to study, don't they have to walk, don't they have to sleep, don't they have to arrange, don't they have to arrive, don't they have to walk, don't they have to play. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഐ ഡു ബിലീവ് ദാറ്റ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ് ഓൾ യൂസേജസ്. ഇനി നമ്മൾ ഹാഡ് ടു പ്രാക്ടീസ് ചെയ്യാനുണ്ട്. ഹാഡ് ടുവിൻ്റെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കാരണം ഇത് നിങ്ങൾ ആദ്യം പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത എപ്പിസോഡ് നമുക്ക് ഹാഡ് ടു വെച്ച് പ്രാക്ടീസ് ചെയ്യാം. മൈ ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പച്ചവെള്ളം പോലെ, മലയാളം സംസാരിക്കുന്ന പോലെ സംസാരിക്കാനുള്ള എബിലിറ്റി നിങ്ങൾക്കുണ്ട്. അപ്പോൾ വീഡിയോ കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, എന്നിട്ട് ഇംഗ്ലീഷ് നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുക. ശ്രമമാണ്, ശ്രമം മാത്രമല്ല, പഠിക്കുന്ന ഒരു ഹാബിറ്റ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. പഠിക്കുന്ന ഹാബിറ്റ് ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ് നമുക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ സംസാരിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ബോധർ ചെയ്യാതെ നിങ്ങൾ ഇതിനെ പെർഫെക്റ്റ് ആക്കിയെടുക്കുക, നിങ്ങൾ ഇതിനെ സൂപ്പർ ആക്കിയെടുക്കുക.
അങ്ങനെ വന്നാൽ നിങ്ങൾക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു വെസ്റ്റേൺ സ്പീക്കർ. സ്പീക്ക് ഇംഗ്ലീഷ്, ചേഞ്ച് യുവർ ലൈഫ്. താങ്ക് യു. Everybody can speak English. The Western Speaker, Palarivattom.